കണ്ണൂർ ആയിക്കര ഭാഗത്ത് തെരുവ് നായ ആക്രമണം. നിരവധി പേർക്ക് കടിയേറ്റു. 7 പേർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയിട്ടുണ്ട്. സ്ത്രീയുടെ വിരലും കടിച്ചു മുറിച്ചു. വീട്ടിന്റെ വാക്ക് ഡ്രസ്സ് വീണത് കണ്ടിട്ട് എടുക്കാൻ ഇറങ്ങിയതാണ്. എൻ്റെ മുന്നിൽ തന്നെ നായി വന്ന് ആട്ടിയിട്ട് പോകുന്നു. പിന്നെ പെട്ടെന്ന് എന്നെ കടിച്ച് ഞാൻ അങ്ങനെ നിലത്ത് വീണ് നടുവേദന കൊണ്ട് എൻ്റെ കൈൻ്റെ പകുതിയും പോയി. അങ്ങനെ സംഭവം കൈൻ്റെ വിരലെല്ലാം പുറം കൈയെല്ലാം കടിച്ച് കുറെ ഭയങ്കര വേദനയുണ്ട്. വിരലിന്റെ പകുതി ഉണ്ടില്ല. ഇഷ്ടംപോലെ നായുണ്ട്. കൂട്ടായിട്ട് വന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ സിറ്റിയേരിയിൽ അങ്ങനെ നായ ഉണ്ടാകില്ല. ഭയങ്കര വിഷമം. നായ ഒരു പൂച്ചക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കുട്ടികൾ ഇറക്കാൻ പേടിയാണ്. ഐക്കരയിലെ കുമേനി സ്പോസ്കോപ്പ് റോഡ്, അതുപോലെ ചിന്നക്കണ്ടി റോഡ്, ഇതിന്റെ ആ സർക്കിളിൽ ഇന്നലെ രാത്രി ഒറ്റപ്പെട്ട ചില നായി ബുദ്ധിമുട്ട് പ്രദേശവാസികൾ ഇന്ന് പൂർത്തീകരിക്കുമ്പോഴാണ് ശരിക്കും ബോധ്യപ്പെടുന്നത് ഇത് അതിന്റെ ഭാഗമാണ്. ഇന്നൊരു 12 മണി മുതൽ വീടുകളിലും മറ്റുള്ളൊക്കെ വീടുകളിൽ സാധാരണ ചുറ്റിപ്പറ്റി കയറുകയോ ഒരു വെളുത്ത നിറത്തിലുള്ള ചെറിയ നായാണ്. അതാണ് എല്ലാ ഭാഗങ്ങളിലും അക്രമം നടത്തിയത്. അഥവാ ആർബർ തൊഴിലാളികളെ ആക്രമിച്ചു. 4-5 തൊഴിലാളികളാ വീട്ടിൽ ഇദ്ദേഹത്തെ എൻ്റെ മുത്താപ്പയാണ്, അദ്ദേഹത്തെ ആക്രമിച്ചു. അതുപോലെ എൻ്റെ അയൽവാസിയായ ആ പുതിയവരയിലെ ഹാമി, അതുപോലെ ഇവർ കാസർഗോഡിൽ ഇന്ന് വന്നതാണ് അവരെ മകളെ വീട്ടിലേക്ക്. ഈ ചെറിയ പിഞ്ചു കുട്ടിനെയും ആക്രമിച്ചു. ആ പരിസരത്ത് ഇപ്പോഴും നായുണ്ട്. നാട്ടുകാർ ജാഗ്രതയിലാണ്. അത്യാവശ്യം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായി ഈ ഒരു നായ മാത്രമാണ് ആക്രമണം. ഒരുപാട് നായുണ്ട്, പക്ഷേ ഈ വെള്ള നിറത്തിലുള്ള ഈ കുഞ്ഞു നായാണ് വ്യാപകമായി എല്ലാ വീടുകളിലും കയറി അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ പൊതുവെ ഇപ്പോൾ മരണപ്പെട്ട് ഇന്നലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തെരുവ് നായ ശല്യം മരണപ്പോൾ അതിന്റെ അർത്ഥത്തിൽ അധികാരികൾ അതിനു വേണ്ടിയുള്ള ഒരു സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം നിർബന്ധമായും ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികളുടെ പഠനങ്ങൾ, അതുപോലെ സ്കൂളുകൾക്ക് തുറന്നു കഴിഞ്ഞാൽ അതുമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ തന്നെ ഈ പരിസരത്തൊക്കെ മതസ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. മതപഠനത്തിന് വേണ്ടി കുട്ടികൾ ഇപ്പം ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ പരിസരത്തുള്ള മതസ്ഥാപനങ്ങൾക്കൊക്കെ. അപ്പം ആളുകളൊക്കെ പല കാര്യങ്ങൾക്ക്, ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഇനിയിപ്പോൾ ആക്രമിക്കുന്നത് നല്ല ആരോഗ്യവതിയായ ആളുകളെ പോലും ആക്രമിക്കുന്നുണ്ട്. നായി പെട്ടെന്ന് കയറി വന്ന് കടിച്ചതാ. ശരിക്കിരിക്കുകയായിരുന്നു സോഫയിൽ. അപ്പോൾ പെട്ടെന്ന് വന്ന് ചാടി കടിച്ചപ്പോൾ ഞാൻ കാലോട് ചവിട്ടി, എന്നിട്ടൊന്നും പോകുന്നില്ല. പിന്നെയും എൻ്റെ ബാങ്ക് ഇങ്ങോട്ട് കയറി വരികയത്. അവസാനം എൻ്റെ കാലോട് ഒരു ചവിട്ടി കിട്ടിയപ്പോൾ അങ്ങ് ഇറങ്ങിയിട്ട് ഓടി. ഒറ്റൊന്ന് കൈക്ക് കാലിന്, നാലുണ്ട് കാലിനും ഈ കൈക്കും. ഇവിടെ കൈയോടെ ഞാൻ അടിച്ചിരുന്നതിനാ ചവിട്ടി. അതിനുശേഷമാണ് ആ നായി പുറത്തേക്ക് പോയത്. ഓ, അങ്ങനെ നായി പൊതുവെ ഉണ്ട്. മണപ്പുറം കണ്ടമാനം നായ്ക്കളുണ്ട്. പക്ഷെ ഇങ്ങനെ കയറി വന്ന് കഴിക്കുന്നത് ഇപ്പൊ എൻ്റെ ആദ്യത്തെ അനുഭവം. മനോജ് ചേരുന്നുണ്ട്. മനോജ്, നിരവധി പേർക്കാണ് നായയുടെ കടിയേറ്റത്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, ഒരു ക്രൂരമായ ആക്രമണമാണ് തെരുവുനായയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വലിയ തോതിലുള്ള പരിക്ക്, പിഞ്ചു കുട്ടിക്കടക്കമുള്ള പരിക്കാണ് ഉണ്ടായിട്ടുള്ളത്. ആയിക്കര ചിന്നക്കണ്ടി ഹമീദ് റോഡ്, ഖുമേനി സ്പോർട്സ് ക്ലബ്ബ് റോഡ് എന്നീ ഭാഗങ്ങളിലാണ് ഇന്ന് ഉച്ചയോടെ ഈ തെരുവുനായയുടെ പരാക്രമം ഉണ്ടായത്. 6 പേർ ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. ഒരാളെ കണ്ണൂർ AKG ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് നിരവധി പേർക്കും കടിയേറ്റിട്ടുണ്ട് എന്നാണ് ഈ പരിക്കേറ്റവർ പറയുന്നത്. പലരും ജില്ലാ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഇന്നലെ മുതൽ തെരുവുനായയുടെ ഒരു പരാക്രമം ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. എന്തായാലും നാടാകെ ഒരു ഭീതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ മതസ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരോട് ഒന്നും വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ഭീതി അവിടെ നിലനിൽക്കുകയാണ്. തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് ഈ ഭാഗത്ത് എന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. അധികൃതർ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഒരു നായയാണ് എല്ലാവരെയും കടിച്ചത് എന്നാണ് ഇപ്പോൾ ഈ പരിക്കേറ്റവർ പറയുന്നത്. ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു നായയാണ് ആക്രമണം നടത്തിയതെന്നും പറയുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയുടെ വിരൽ കടിച്ചു മുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിരലിന്റെ ഒരു ഭാഗം തന്നെ അറ്റുപോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രയാസകരമായ
ഒരു കാര്യം. പുതിയപുരയിൽ ആവിയുടെ വിരലാണ് ഈ തെരുവ് നായ കടിച്ചു മുറിച്ചിട്ടുള്ളത്. വിപ്പിരി കോയ എന്ന 75 വയസ്സുകാരനും ക്രൂരമായ നായയുടെ കടിയേറ്റു. നസറുദ്ദീൻ എന്ന 6 വയസ്സുകാരൻ കാസർഗോഡ് നിന്നാണ് മാതാപിതാക്കൾക്കൊപ്പം ഈ കുട്ടി കണ്ണൂരിലേക്ക് വന്നത്. ബന്ധുവീട്ടിലേക്ക് പോകാനായി അവിടെ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി നടന്നു പോകുന്നതിനിടെയാണ് ഈ 6 വയസ്സുള്ള കുട്ടിയെയും തെരുവ് നായ ആക്രമിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ രീതിയിലൊരു ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരാക്രമമാണ് ഈ തെരുവ് നായയുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആയിക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. അർജുൻ.